ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് സൗത്ത് ഗോവയിലെ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസിലേക്കാണ് പോകുന്നത്. ഞാൻ ദി മോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് എത്രത്തോളം മനോഹരമാണെന്ന്. ഇത് കണ്ടോ, ഈ ഒരു പ്ലേസിൻ്റെ പേരാണ് കാബ്ദി രാമ വ്യൂ പോയിന്റ്. വേറെ ഒരു പേരെന്ന് പറഞ്ഞാൽ കേപ്പ് രാമ എന്നും കൂടി പറയും. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ നമ്മുടെ അതിമനോഹരമായിട്ടുള്ള അറബിക്കടൽ, നീലക്കടൽ അങ്ങനെ കാണാൻ പറ്റും. ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അത് അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ, അതിൻ്റെ ആ ഒരു ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും, ഗോവയിലേക്ക് വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ കാബ്ദി രാമ. ഇത് വരുന്നത് കൺകോൺ എന്ന് പറയുന്ന താലൂക്കിലാണ്, നമ്മുടെ സൗത്ത് ഗോവയിലെ കൺകോൺ എന്ന് പറഞ്ഞ താലൂക്കിലാണ് വരുന്നത്. പിന്നെ ഈ കാബ്ദി രാമയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോർച്ചുഗീസുകാർ 18ാം സെഞ്ച്വറിയിൽ പണിതിട്ടുള്ള ഒരു ഫോർട്ട് ഉണ്ട്. ആ ഫോർട്ടാണ് ആ അങ്ങേയറ്റം കാണുന്ന ആ ഒരു മലയിടുക്കില്ലേ, അവിടെ കാണുന്നത് ആ ഫോർട്ടാണ്. ഞങ്ങളിപ്പോൾ പോയിട്ടില്ല, ഫോർട്ടിലേക്ക് പോയില്ല, നേരെ വ്യൂ പോയിന്റ് ആണ് വന്നത്. അപ്പോൾ ഒരു ദിവസം അവിടെ ഫോർട്ടിലും പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു വ്യൂ കാണിക്കാം. ഫോർട്ട് ഇപ്പോൾ അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം അത്രയും 18th സെഞ്ച്വറിയിലാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, കാലപ്പഴക്കം ചെന്ന് അത് നശിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അതൊക്കെ ഒരു എന്താ പറയുക ഹിസ്റ്ററി ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട പ്ലേസസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ചു നേരം ആ ഒരു ബ്യൂട്ടി, കടലിൻ്റെ ആ ഒരു ബ്യൂട്ടിയൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു പ്ലേസിന് കാബ്ദി രാമ എന്ന് പേര് വരാൻ കാരണം ആ പേരിൽ തന്നെയുണ്ട് രാമ. രാമനോടുള്ള, ഹിന്ദി ഐതിഹ്യ പ്രകാരമുള്ള രാമനോടുള്ള ആദരസൂചനയായിട്ടാണ് നമ്മളുടെ ആ ഒരു പേര് വന്നത്, കാബ്ദി രാമ എന്ന്. പിന്നെ ഈ ഫോർട്ട് കൊണ്ട്, പോർച്ചുഗീസുകാർ ഈ ഫോർട്ട് പണിതത് കൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പണ്ടുണ്ടായിരുന്ന ട്രേഡ് മാർക്കറ്റിനേക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളുടെ അന്നുണ്ടായിരുന്ന പോർച്ചുഗീസ് കോളനീസ്, അവരെയൊക്കെ മറ്റുള്ള ശത്രുക്കളിൽ നിന്ന് തടയാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ആ ഫോർട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ 1763 അതെ, 1763 ഈ ഒരു ഫോർട്ട് പണിതത് പോർച്ചുഗീസുകാർ. നിങ്ങളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ടൈമാണ്. ആദ്യം തന്നെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു വെളുപ്പിന് ആ ഒരു ടൈമിൽ, ഒരു 6 മണി 5 മണിയൊക്കെ വെയിലധികം ഇല്ലാത്ത ടൈം നോക്കി വരണം. കാരണം ഇത് വളരെ വരണ്ട പ്രദേശം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കുറച്ച് എക്സോസ്റ്റഡ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ വൈകുന്നേരം ആ ഒരു 4 മണിക്ക് ശേഷം, ആ ഒരു ടൈം പെർഫെക്റ്റ് ടൈമാണ് കേട്ടോ. പിന്നെ രാവിലെയും വെളുപ്പിനെയും നല്ലൊരു ടൈം ആയിരിക്കും. അപ്പോൾ സൺറൈസും സൺസെറ്റും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക്. അപ്പൊ ആ ടൈം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടേക്ക് ഇരുന്ന് ആ വ്യൂ ഒക്കെ കണ്ട് ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ ഈ ഒരു പ്ലേസ് ഇപ്പൊ കണ്ടോ നിങ്ങൾ, ഇവിടെയൊക്കെ ഫോട്ടോ ക്യൂ ആണത്, ക്യൂ നിൽക്കുകയാണ്. ഞങ്ങളെപ്പോ വരുമ്പോഴും ഇവിടെ ആൾക്കാരുണ്ടാവും, ടൂറിസ്റ്റ് ഉണ്ടാവും, അവർ ക്യൂ ആയിരിക്കുള്ളൂ ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി, ഫോട്ടോ എടുക്കാനായിട്ട്. ബിക്കോസ് അത് ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണത്, ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. കേപ്പ് ഗോവ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഹോട്ടലും ഉണ്ട് ഇവിടെ തന്നെ. ആകെ ഒരേ ഒരു ഹോട്ടലേ ഉള്ളൂ, അത് മാത്രം, കേപ്പ് ഗോവ. അപ്പൊ ആ കേപ്പ് ഗോവയുടെ അവർ ചെയ്തേക്കുന്ന ഐറ്റംസ്, ആ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടി ചെയ്തു വെച്ചേക്കുന്നതാണ്. അവിടെ എല്ലാ തവണ വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ആയിട്ടൊക്കെ ഫോട്ടോ എടുക്കും. ഞങ്ങളും പണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത്ര ക്യൂ ആയതുകൊണ്ട് നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല അവിടെ. അത് ഞാൻ കുറച്ചും കൂടി ഭംഗിയിൽ കാണിച്ചു തരാം അതെന്താണെന്ന്. ഈ സംഭവമാണ് കേട്ടോ, കണ്ടോ. അപ്പൊ ഇവിടെ അതിനകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കടലും അതൊക്കെ കൂടി ഫോട്ടോ കിട്ടും. അപ്പൊ നിങ്ങളും വരുമ്പോ അതെന്തായാലും ആ ഒരു ഫോട്ടോ മിസ് ആക്കണ്ട കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ. അത്ര ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. കണ്ടോ, നിറച്ച് തിരക്കാണ് ഇവിടെ, ടൂറിസ്റ്റുകൾ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോ ഈ ഒരു ഹോട്ടലും അത് നല്ല മനോഹരമായിട്ടുള്ള ഹോട്ടലാണ്. വുഡൻ കോട്ടേജസ് എന്നൊക്കെ പറയില്ലേ, ഈ ഹട്ട് ടൈപ്പാണത്, ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കിയ. അപ്പൊ ഇതാണ് കേപ്പ് ഗോവയുടെ എൻട്രൻസ്. നമ്മൾ താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ ആദ്യം ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അവരുടെ തന്നെ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഹോട്ടൽ. ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഹട്ട്സ് ആണ്. അപ്പോൾ ആരെങ്കിലൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടൽ ഞാൻ സജസ്റ്റ് ചെയ്യാണ്, നല്ല ഹോട്ടൽ.